മ്യൂച്വൽ ഫണ്ട്സ് പാർട്ട് 2. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സും പിന്നെയുള്ളത് റീസൺസ് ഫോർ സ്ലോ ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മൊബൈലൈസ് ദി സ്മോൾ സേവിങ്സ്. മ്യൂച്വൽ ഫണ്ട്സ് മൊബൈലൈസ് സ്മോൾ സേവിങ്സ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ബൈ ഓഫറിങ് വേരിയസ് സ്കീംസ് മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാർജ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല സ്മോൾ ഇൻവെസ്റ്റേഴ്സിനും കൂടിയിട്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മോൾ ഇൻവെസ്റ്റേഴ്സും ലാർജ് ഇൻവെസ്റ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്കീംസ് മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയിലല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് സെക്യൂരിറ്റീസിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ബെറ്റർ റിട്ടേൺസ്. മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റേഴ്സിന് ഗുഡ് ആൻഡ് റെഗുലർ റിട്ടേൺസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബെറ്റർ ലിക്വിഡിറ്റി. അറ്റ് എനി ടൈം ദ യൂണിറ്റ്സ് ക്യാൻ ബി സോൾഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അപ്പോൾ ഇതിലുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് സോൾഡ് ചെയ്തിട്ട് ഈസിലി ആയിട്ട് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇസ് ലോ. മ്യൂച്വൽ ഫണ്ട്സിൽ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് റെഡ്യൂസ് റിസ്ക്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് കുറവായിരിക്കും. പിന്നെ ഉള്ളത് ഓഫർ ടാക്സ് ബെനിഫിറ്റ്സ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റ്സും കൂടെ ഇൻവെസ്റ്റർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പം ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യും? അവർ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കീംസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ വാരിഡ് റിക്വയർമെൻറ്റ്സ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ സ്കീംസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. അതായത് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫണ്ട് ബൈ ഓഫറിങ് വേരിയസ് സ്കീംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം സ്മോൾ ആൻഡ് മീഡിയം റിസോഴ്സസ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് ആർ പൂൾഡ് ടുഗെദർ. അപ്പോൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് ആക്കി മാറ്റും. എന്നിട്ട് അതാണ് ദീസ് ആർ ഇഷ്യൂ ടു ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. Usually the money is invested in diversified securities so as to minimize the risk and maximize the return. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക് കുറവാണ് വിത്ത് മാക്സിമം റിട്ടേൺ ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ മാത്രമല്ല ഇവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡൈവേഴ്സിഫൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്ക്കും കുറവാണ്, നമുക്ക് റിട്ടേൺ കൂടുതലായിരിക്കും. The income earned to these securities is distributed to unit holders in the form of interest. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒരു ഇൻട്രസ്റ്റിൻ്റെ ഫോമിൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീം. അപ്പോൾ ഓരോരോ ഇൻവെസ്റ്റേഴ്സ് ഓരോ സ്കീംസ് ആയിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ സ്കീമിനനുസരിച്ചായിരിക്കും അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാവുക. ഇതാണ് ഓപ്പറേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. നെക്സ്റ്റ് പറയുന്നത് റീസൺ ഫോർ സ്ലോ ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് നോ സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ നെറ്റ് അസറ്റ് വാല്യൂ. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് കമ്പനീസ് ഡിഫറെൻറ്റ് ഫോർമുലാസ് ആണ് യൂസ് ചെയ്യുന്നത് നെറ്റ് അസറ്റ് വാല്യൂ കാണാൻ. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഇല്ല. സോ അതൊരു റീസൺ ആണ് ഫോർ സ്ലോ ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് പോയിൻ്റാണ് നോ ട്രാൻസ്പെറൻസി. Mutual funds in India are not providing adequate information and materials to the investors. ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ആഡിക്വേറ്റ് ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ ഷോർട്ട് ദർ ഇസ് നോ ട്രാൻസ്പെറൻസി ഇൻ ദ ഡീലിങ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഇൻവെസ്റ്ററും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കോർപ്പറേഷനും തമ്മിൽ ട്രാൻസ്പെറൻസി ഇല്ല അവരുടെ ഡീലിങ്സിനിടയിൽ. നെക്സ്റ്റ് പോയിൻ്റാണ് പുവർ സർവീസസ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ റെൻഡറിങ് പുവർ സർവീസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് പുവർ ആയിട്ടുള്ള സർവീസസ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രൊഫഷണൽ എക്സ്പേർട്സ് ആർ റെയർ. ഇൻ ഇന്ത്യ പ്രൊഫഷണൽ എക്സ്പേർട്സ് ഇൻ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്സ് ആർ റെയർ.
അതായത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ എത്രയാണ് അതിൻ്റെ റിട്ടേൺ ബേസിസ് എന്നൊക്കെയുള്ള ഗൈഡൻസ് തരാൻ പറ്റുന്ന പ്രൊഫഷണൽ എക്സ്പേർട്സ് ഇന്ത്യയിൽ റെയർ ആണെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് നോ ദാറ്റ് യൂണിറ്റ്സ് ആർ ലോ റിസ്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ദേ ഡു നോട്ട് ഹാവ് ദ പേഷ്യൻസ് ടു വെയിറ്റ് ഫോർ ലോങ് ടൈം ടു ഗെറ്റ് ഗുഡ് റിട്ടേൺസ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗുഡ് റിട്ടേൺസ് കിട്ടും, പക്ഷേ അത് ലോങ് ടേം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഷോർട്ട് ടേമിനുള്ളിൽ ഗുഡ് റിട്ടേൺസ് വേണമെന്നുള്ള ഇതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് വൈ യൂണിറ്റ്സ് ആർ നോട്ട് മച്ച് പോപ്പുലർ ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സ് പോപ്പുലർ അല്ല ഇന്ത്യയിൽ. ഇത്രയാണ് റീസൺസ്.